Hi students, welcome back to Rijuan PSK classes. നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്ത കാര്യങ്ങളൊക്കെ വായിച്ചു വരാൻ പറഞ്ഞിരുന്നു. എല്ലാവരും വായിച്ചിട്ടാണ് ഉണ്ടാവുക എന്ന് വിചാരിക്കുന്നു. ഓക്കെ, അപ്പോൾ നമുക്ക് പുതിയ ടോപ്പിക്കിലേക്ക് കടക്കാം. ഓക്കെ, അവർ നെക്സ്റ്റ് ടോപ്പിക് ഈസ് വൺ ഡയമെൻഷണൽ മോഷൻ ഓർ സ്ട്രെയിറ്റ് ലൈൻ മോഷൻ ഓർ റെക്റ്റിലീനിയർ മോഷൻ. ഇതായിരുന്നു നമ്മുടെ ചാപ്റ്ററിൻ്റെ പേര്, മോഷൻ ഇൻ എ സ്ട്രെയിറ്റ് ലൈൻ മോഷൻ. സോ ജനറലി ഇപ്പോൾ നമ്മൾ പറയാൻ പോകുന്നത് വൺ ഡയമെൻഷണൽ മോഷൻ, എന്താണ് ടു ഡയമെൻഷണൽ മോഷൻ, നെക്സ്റ്റ് ചാപ്റ്ററാണ് മോഷൻ ഇൻ എ പ്ലെയിൻ, ടു ഡയമെൻഷണൽ മോഷൻ, ദെൻ ത്രീ ഡയമെൻഷണൽ മോഷൻ. ജനറലി നമ്മൾ ഇത് മൂന്നും എന്താണെന്ന് ഇപ്പോഴൊന്ന് പറയാൻ പോവുകയാണ്. പക്ഷെ നമ്മളിപ്പോൾ പഠിക്കാൻ പോകുന്ന ചാപ്റ്ററിൽ കംപ്ലീറ്റ് പഠിക്കുന്നത് വൺ ഡയമെൻഷണൽ മോഷനാണ്. ഓക്കെ, അപ്പം നമുക്ക് മൂന്നും ഒന്ന് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, വൺ ഡയമെൻഷണൽ മോഷൻ. നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ 3 ആക്സിസുകളെ പറ്റി പറഞ്ഞിരുന്നു. 3 മ്യൂച്വലി പെർപെൻഡിക്കുലർ ആക്സിസ്, എക്സ് ആക്സിസ്, വൈ ആക്സിസ് ആൻഡ് സെഡ് ആക്സിസ്. ഓക്കെ, സോ എക്സ് ആക്സിസ്, വൈ ആക്സിസ് ആൻഡ് സെഡ് ആക്സിസ്. സെഡ് ആക്സിസ് ഈസ് ലൈക്ക് ദിസ്. ഓക്കെ, സെഡ് ആക്സിസ്. തൽക്കാലം നമ്മൾ സെഡ് ആക്സിസ് ഒക്കെ ഇപ്പോൾ മാറ്റി വെക്കുന്നു, വരക്കാം, അവിടെ നിൽക്കട്ടെ. ഓക്കെ, എക്സ് ആക്സിസിൻ്റെ മുകളിൽ ഞാനിവിടെ 100 മീറ്റർ, 200 മീറ്റർ, 300 മീറ്റർ, 400 മീറ്റർ ഇങ്ങനെ എഴുതി വെക്കുന്നു. ഇങ്ങനെ എഴുതി വെച്ചാൽ ഇതിൻ്റെയൊക്കെ പേരാണ് എക്സ് കോഓർഡിനേറ്റ്സ്. എക്സ് കോഓർഡിനേറ്റ്സ്. ഓക്കെ, അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ എക്സ് കോർഡിനേറ്റ്സ്. അതുപോലെ വൈ ആക്സിസിൻ്റെ മുകളിലും എഴുതാം, വൈ കോർഡിനേറ്റ് നമുക്ക് എഴുതാം, അവിടെ നിൽക്കട്ടെ. നമ്മളിപ്പോൾ വൺ ഡയമെൻഷണൽ മോഷനെ പറ്റിയാണ് പറയുന്നത്, അപ്പോൾ ഇത് മാത്രം മതി നമുക്ക്. ഓക്കെ, സപ്പോസ് എ കാർ മൂവിങ് ഓൺ എ റോഡ്, അതിനെ നമുക്ക് ഇങ്ങനെ അസ്യൂം ചെയ്യാം. കാറ് ഓൾവേസ് ഇറ്റ് ഈസ് മൂവിങ് ഓൺ എ സ്ട്രെയിറ്റ് റോഡ്. സോ വി ക്യാൻ സേ ദാറ്റ് കാർ ഈസ് ഇൻ ഓൾവേസ് ഇറ്റ് ഈസ് ഇൻ കോണ്ടാക്ട് വിത്ത് എക്സ് ആക്സിസ്. എക്സ് ആക്സിസുമായിട്ട് എല്ലായ്പ്പോഴും കോണ്ടാക്റ്റിലാണെന്ന് പോലെ വിചാരിക്കാം. സ്ട്രെയിറ്റ് ലൈനിലാണ് മൂവ് ചെയ്യുന്നത്. അപ്പോൾ കാർ ഇങ്ങനെ മൂവ് ചെയ്ത് പോവുകയാണ്. ഓക്കെ, അപ്പോൾ കാർ ഇവിടെ എത്തിക്കഴിഞ്ഞാൽ എക്സ് കോർഡിനേറ്റ് 100 ആണ്. ഇവിടെ എത്തിയാൽ എക്സ് കോർഡിനേറ്റ് 200 ആണ്. സോ 100 200 ആയി, പിന്നെ 300 ആയി, 400 ആയി, ലൈക്ക് ദാറ്റ്. അപ്പോൾ ഈ കാർ ഇങ്ങനെ സ്ട്രെയിറ്റ് റോഡിലൂടെ മൂവ് ചെയ്യുമ്പോൾ എക്സ് കോർഡിനേറ്റ് മാത്രം ചേഞ്ച് ആവുന്നു അല്ലേ. 100 200 300 എന്ന് പറഞ്ഞ് എക്സ് കോർഡിനേറ്റ് മാത്രം ചേഞ്ച് ആവുന്നു. അപ്പോൾ ഇങ്ങനെ മൂവ് ചെയ്യുന്ന സമയത്ത് വൈ കോർഡിനേറ്റ് ഒരിക്കലും ചേഞ്ച് ആവില്ല. ഇങ്ങനെ മൂവ് ചെയ്താലേ വൈ കോർഡിനേറ്റ് ചേഞ്ച് ആവുക. ഇവിടെ എക്സ് കോർഡിനേറ്റ് മാത്രമാണ് ചേഞ്ച് ആവുന്നത്. ഇങ്ങനെ പോകുമ്പോൾ വൈ കോർഡിനേറ്റോ സെഡ് കോർഡിനേറ്റോ ചേഞ്ച് ആവില്ല, ഇത് മാത്രമാണ് ചേഞ്ച് ആവൂ. ശരിക്കും 3 കോർഡിനേറ്റുകളുണ്ട്, എക്സ് വൈ സെഡ്. അതിൽ എക്സ് കോർഡിനേറ്റ് മാത്രമേ ചേഞ്ച് ആവുന്നുള്ളൂ. എന്ന് പറഞ്ഞാൽ 3-ൽ 1 കോർഡിനേറ്റ് മാത്രമേ ചേഞ്ച് ആവുന്നുള്ളൂ. അങ്ങനെ 3-ൽ 1 കോർഡിനേറ്റ് മാത്രമാണ് ചേഞ്ച് ആകുന്നുള്ളൂ എങ്കിൽ that type of motion is called one dimensional motion or straight line motion or rectilinear motion. So what is rectilinear motion? That is if only 1 out of 3 coordinates, 3-ൽ 1 കോർഡിനേറ്റ് മാത്രം, 1 out of 3 coordinates changes during the motion. ഈ ഒരു കോർഡിനേറ്റ് മാത്രമേ ചേഞ്ച് ആവുന്നുള്ളൂ. Then the motion is called one dimensional motion. Okay, so the motion of an object is said to be one dimensional motion if only 1 out of 3 coordinates changes during the motion. 3-ൽ 1 കോർഡിനേറ്റ് മാത്രം ചേഞ്ച് ആവുക. ഇവിടെ എക്സ് കോർഡിനേറ്റ് മാത്രമാണ് ചേഞ്ച് ആവുന്നത്. അപ്പോൾ വൺ ഡയമെൻഷണൽ മോഷൻ എന്ന് പറഞ്ഞാൽ എങ്ങനെയായിരിക്കും? ഒന്നുകിൽ ഒബ്ജക്റ്റ് ഇങ്ങനെ മൂവ് ചെയ്യണം, ഇങ്ങനെ മാത്രം മൂവ് ചെയ്യണം, അപ്പോൾ എക്സ് കോർഡിനേറ്റ് മാത്രമേ ചേഞ്ച് ആവൂ. അല്ലെങ്കിൽ ഒബ്ജക്റ്റ് ഇങ്ങനെ മാത്രം മൂവ് ചെയ്യണം, ഇങ്ങനെ വരുമ്പോൾ ഇവിടെ 100 ആണ് 100, ഇവിടെ 50 ആണ് 50, ലൈക്ക് ദാറ്റ്. അപ്പോൾ ഇങ്ങനെ മൂവ് ചെയ്യുന്ന സമയത്ത് ഇങ്ങനെ മാത്രമാണ് വരുന്നുള്ളെങ്കിൽ അതും സ്ട്രെയിറ്റ് ലൈനാണ്, ഇങ്ങനെ മാത്രമാണ് മൂവ് ചെയ്യുന്നത്. അങ്ങനെയാണെങ്കിൽ വൈ കോർഡിനേറ്റ് മാത്രമേ ചേഞ്ച് ആവൂ. ഇതിങ്ങനെ ചേഞ്ച് ആവും, ഇത് വരുന്നതിനനുസരിച്ച് ഇങ്ങനെ ചേഞ്ച് ആവും. ഇങ്ങനെ 1 കോർഡിനേറ്റ്, അപ്പോൾ ഒന്നുകിൽ ഇങ്ങനെ അല്ലെങ്കിൽ സെഡ് കോർഡിനേറ്റ് മാത്രം, ലൈക്ക് ദിസ്. ഓക്കെ,
ഇങ്ങനെ ഒരു കോർഡിനേറ്റ് മാത്രമേ ചേഞ്ച് ആവുന്നുള്ളൂ എങ്കിൽ ദാറ്റ് ടൈപ്പ് ഓഫ് മോഷൻ ഈസ് കോൾഡ് വൺ ഡയമെൻഷണൽ മോഷൻ. ഓക്കെ, അപ്പോൾ 1 out of 3 coordinates changes during the motion. Okay, example, motion of a car on a straight road, like that. Motion of a train on a straight track. Okay, all these are straight line motions, one dimensional motions. Okay, next is two dimensional motion in a plane. ഇപ്പോൾ നമ്മൾ ഇവിടെ പറയുകയാണെങ്കിൽ തന്നെ ബോർഡ് ഈസ് എ ബോർഡ് ഈസ് എ പ്ലെയിനിലൂടെയുള്ള മോഷനാണ്. ഒരു പ്ലെയിനിലൂടെ നടക്കണം മോഷൻ ഇൻ എ പ്ലെയിനാണ്. നോക്കാം, ഇതിനൊരു മോഷൻ ഇൻ എ പ്ലെയിനിന്, 2 ഡയമെൻഷണൽ മോഷന് ഒരു ബെസ്റ്റ് എക്സാമ്പിളാണ് പ്രൊജക്ടൈൽ മോഷൻ. ഓക്കെ, ഈ പ്രൊജക്ടൈൽ മോഷനെ പറ്റി വളരെ ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്ക് അടുത്ത ചാപ്റ്ററിൽ പഠിക്കാനുണ്ട്. അപ്പോൾ ഇപ്പം നമ്മൾ ജസ്റ്റ് ഒന്ന് പറയാണ് പ്രൊജക്ടൈൽ മോഷൻ എങ്ങനെയാണ് 2 ഡയമെൻഷണൽ മോഷന് എക്സാമ്പിൾ ആകുന്നത് എന്ന് മാത്രമേ ഇപ്പോൾ പറയുന്നുള്ളൂ. ഓക്കെ, അപ്പോൾ നമ്മുടെ ആക്സിസുകൾ എക്സ് ആൻഡ് വൈ ആക്സിസ്. ഹിയർ എക്സ് കോർഡിനേറ്റ്സ്, സപ്പോസ് ഐ ആം റൈറ്റിംഗ് 2 meter, 4 meter, 6 meter, like that. Here also we are writing 2 meter, 4 meter, 6 meter, like this. So these are x coordinates, these are y coordinates. Z coordinate അവിടെ നിൽക്കട്ടെ, നമുക്ക് അടുത്ത 3 ഡയമെൻഷണൽ മോഷൻ പറയുമ്പോഴാണ് അതിൻ്റെ ആവശ്യം വരുന്നത്, അത് പറയാം, അടക്കട്ടെ. എന്താണ് പ്രൊജക്ടൈൽ മോഷൻ? അപ്പോൾ ഹിയർ ഈസ് ദ ഒറിജിൻ. നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ പറഞ്ഞു, നമ്മൾ ഒറിജിനിൽ നിന്നുകൊണ്ടാണ് നമ്മൾ മോഷനെ അനലൈസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ പ്രൊജക്ടൈൽ മോഷൻ, ഇപ്പോൾ ജാവലിൻ ത്രോ, ഷോർട്ട് പുട്ട് ത്രോ, ഇതൊക്കെ അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ പ്രൊജക്ടൈൽ മോഷൻ എക്സാമ്പിളാണ്. അപ്പോൾ അങ്ങനെയുള്ളൊരു മോഷൻ വിചാരിക്കുക, ഇങ്ങനെ ജാവലിൻ ത്രോ, ഷോർട്ട് പുട്ട് ത്രോ, അങ്ങനെയുള്ള ഒരു മൂവ്മെൻറ്റ് വിചാരിക്കൂ നിങ്ങൾ. അപ്പോൾ ഇവിടെ നിന്ന് നമ്മൾ ഒരു ഒബ്ജക്റ്റിനെ പ്രൊജക്റ്റ് ചെയ്യാണ്. ഓക്കെ, അപ്പോൾ ആ ഒബ്ജക്റ്റ് ഇങ്ങനെ മൂവ് ചെയ്തു. Okay, this type of motion is called projectile motion. Okay, അപ്പോൾ ഇത് സപ്പോസ് ഇതിപ്പോൾ ഒരു ബോളാണെന്ന് വിചാരിക്കും, ബോളിനെയാണ് നമ്മൾ പ്രൊജക്റ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇതൊരു ബോൾ ഇവിടെ എത്തിയാലോ അതിൻ്റെ എക്സ് കോർഡിനേറ്റ് ഇതാണ്, വൈ കോർഡിനേറ്റ് ഇതാണ്. ബോൾ ഇവിടെ എത്തിയാലോ എക്സ് കോർഡിനേറ്റ് ഇതാണ്, വൈ കോർഡിനേറ്റ് ഇതാണ്. അപ്പോൾ ബോൾ ഇങ്ങനെ മൂവ് ചെയ്യുന്നതിനനുസരിച്ച് എക്സ് കോർഡിനേറ്റ് കണ്ടോ, എക്സ് കോർഡിനേറ്റ് ആദ്യം 2, പിന്നെ 4. അപ്പോൾ 2 എന്നുള്ളത് 4 ആയി, 4 എന്നുള്ളത് പിന്നെയും മാറും. വൈ കോർഡിനേറ്റ് നോക്കൂ, ആദ്യം ഇവിടെ എത്തിയാൽ 2, പിന്നെ 4. അപ്പോൾ വൈ കോർഡിനേറ്റ് 2, 4 ആയി, പിന്നെയും മാറും. അപ്പോൾ ഒബ്ജക്റ്റ് മൂവ് ചെയ്യുന്നതിനനുസരിച്ച് എക്സ് കോർഡിനേറ്റ് ഇങ്ങനെ ചേഞ്ച് ആവുന്നു, അതേപോലെ വൈ കോർഡിനേറ്റും ഇങ്ങനെ ചേഞ്ച് ആവുന്നു. അപ്പോൾ എക്സ് കോർഡിനേറ്റും ചേഞ്ച് ആവുന്നു, വൈ കോർഡിനേറ്റും ചേഞ്ച് ആവുന്നു. അപ്പോൾ ഈ ഒബ്ജക്റ്റ് മൂവ് ചെയ്യുന്ന ഒരു പ്ലെയിനിലൂടെ എന്ന് പറയുന്നത്, ഇവിടെ ഈ മൂവ്മെൻറ്റ് നോക്കുമ്പോൾ നിങ്ങൾ ബോർഡിലൂടെ ഇങ്ങനെ നടക്കുകയാണ്. സോ ഇറ്റ് ഈസ് ഇൻ എ പ്ലെയിൻ. ഓക്കെ, ഒരു പ്ലെയിനിലൂടെയുള്ള മോഷനാണ്. അപ്പോൾ ഇവിടെ 2 കോർഡിനേറ്റുകൾ ചേഞ്ച് ആവുന്നുണ്ട്, എക്സും ചേഞ്ച് ആവുന്നുണ്ട്, വൈയും ചേഞ്ച് ആവുന്നുണ്ട്. ശരിക്ക് 3 കോർഡിനേറ്റുകൾ ഉണ്ടല്ലേ, എക്സ്, വൈ, സെഡ്. അതിൽ ഏതെങ്കിലും 2 കോർഡിനേറ്റ് ചേഞ്ച് ആവുക. സോ ഇഫ് 2 out of 3 coordinates, 3-ൽ 2, 2 out of 3 coordinates changes during the motion. 3-ൽ 2 കോർഡിനേറ്റ് ഇങ്ങനെ ചേഞ്ച് ആവുക. Then such a motion is called 2-dimensional motion. So motion of an object is said to be 2-dimensional motion if 2 out of 3 coordinates changes. എക്സും വൈ 2 കോർഡിനേറ്റ് ചേഞ്ച് ആവണം. അങ്ങനെയാണെങ്കിൽ such a motion is called 2-dimensional motion. Okay, one more example. Consider circular motion.
സർക്കുലാർ മോഷൻ. ഇതിനെപ്പറ്റിയും നമുക്ക് സർക്കുലാർ മോഷനെ പറ്റിയും അടുത്ത നെക്സ്റ്റ് ചാപ്റ്ററിൽ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാനുണ്ട്. ഇതും 2 ഡയമെൻഷണൽ മോഷൻ എക്സാമ്പിളാണ് സർക്കുലാർ മോഷൻ. ഇപ്പോൾ മോഷൻ ഓഫ് എർത്ത് അറൗണ്ട് സൺ, സണ്ണിന് ചുറ്റും എർത്ത് കറങ്ങുന്നു. മോഷൻ ഓഫ് സാറ്റലൈറ്റ് അറൗണ്ട് എർത്ത്, എർത്തിന് ചുറ്റും സാറ്റലൈറ്റ് കറങ്ങുന്നു. സർക്കുലാർ മോഷനാണ് അല്ലേ, വർത്തുള ചലനം, സർക്കുലാർ മോഷനാണ്, സർക്കുലാർ പാത്തിൽ മൂവ് ചെയ്യുന്നു. ഇതൊക്കെ 2 ഡയമെൻഷണൽ മോഷൻ എക്സാമ്പിളാണ്. ഇവിടെയും നിങ്ങൾ നോക്കിക്കോളൂ, എക്സ് ആക്സിസ്, വൈ ആക്സിസ്, ഒരു ഒബ്ജക്റ്റ് സർക്കുലാർ പാത്തിൽ മൂവ് ചെയ്യുന്നു. സർക്കുലാർ പാത്തിൽ മൂവ് ചെയ്യുമ്പോൾ ഇവിടെ എക്സ് കോർഡിനേറ്റ് ഉണ്ടാകും, ഇവിടെ വൈ കോർഡിനേറ്റ് ഉണ്ടാകും. അപ്പോൾ ഈ ഒബ്ജക്റ്റ് മൂവ് ചെയ്ത് ഇവിടെ എത്തിക്കഴിഞ്ഞാൽ ഇതായിരിക്കും എക്സ് കോർഡിനേറ്റ്. അപ്പോൾ ഫസ്റ്റ് ഇതായിരുന്നു എക്സ് കോർഡിനേറ്റ്, പിന്നെ ഇങ്ങനെയായി. അപ്പോൾ എക്സ് കോർഡിനേറ്റ് മാറി, ചേഞ്ച് ആയി, ഇവിടുന്ന് ഇവിടത്തേക്ക് വന്നു. ഫസ്റ്റ് ഇവിടെയായിരുന്നു വൈ കോർഡിനേറ്റ്, ഒബ്ജക്റ്റ് മൂവ് ചെയ്ത് ഇവിടെ എത്തുമ്പോൾ വൈ കോർഡിനേറ്റ് ഇവിടെ എത്തി. അപ്പോൾ ഇവിടെയുള്ള വൈ കോർഡിനേറ്റ് ഇവിടെ എത്തി, അപ്പോൾ വൈ കോർഡിനേറ്റും ചേഞ്ച് ആയി. അപ്പോൾ എക്സും ചേഞ്ച് ആയി, വൈയും ചേഞ്ച് ആയി. സോ 2 കോർഡിനേറ്റ്സ് ചേഞ്ചസ് ഡ്യൂറിങ് ദ മോഷൻ. മനസ്സിലായോ? 2 കോർഡിനേറ്റ് ചേഞ്ചസ്, 2 out of 3 coordinates changes. Such a motion is called 2 dimensional motion. അപ്പോൾ നമ്മൾ ഇവിടെ എക്സ് കോർഡിനേറ്റും വൈ കോർഡിനേറ്റും ചേഞ്ച് ആകുന്നുണ്ടല്ലോ. അപ്പോൾ നമ്മൾ അതിനെ ഇങ്ങനെ കാണിക്കുന്നു. ഹിയർ ജനറലി വരക്കാൻ പോവാണ് എക്സ് ആക്സിസ്, വൈ ആക്സിസ്. ഒരു ഒബ്ജക്റ്റ് ഈ പോയിന്റിൽ നിന്ന്, പി എന്നുള്ള പോയിന്റിൽ നിന്ന് ക്യൂ എന്നുള്ള പോയിന്റിലേക്ക് പോകുന്നു. ഒബ്ജക്റ്റ് മൂവ്സ് ഫ്രം പി ടു ക്യൂ. അങ്ങനെയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? അതായത് പി എന്നുള്ള പോയിന്റിൽ ഞാൻ ഇങ്ങനെ എഴുതുന്നു. നമ്മൾ നേരത്തെ 2, 3 എന്നല്ല എഴുതിയതിന് പകരം അങ്ങനെ വേണമെങ്കിൽ എഴുതാം. അതിന് പകരം ഞാൻ x1 y1 എന്ന് എഴുതുന്നു. ജനറലി ഈ നമ്പേഴ്സ് എന്തുമാകാം, ഇത് എക്സ് കോർഡിനേറ്റ്, ഇത് വൈ കോർഡിനേറ്റ്. സോ ജനറലി എഴുതുകയാണ് x1 y1. വാട്ട് ഈസ് x1? അപ്പോൾ നമ്മൾ ഇങ്ങനെ വരച്ചു കഴിഞ്ഞാൽ ഈ ഡിസ്റ്റൻസ് ആണ് x1 അല്ലേ, ഈ ഡിസ്റ്റൻസ് ആണ് y1, ഇതാണ് y1. സോ x1 y1. ഒബ്ജക്റ്റ് ഈ പോയിന്റിൽ നിന്ന് ഈ പോയിന്റിലേക്ക് എത്തുന്നു, ക്യൂ എന്ന് പറയുന്ന പോയിന്റിലേക്ക് എത്തുന്നു. ഓക്കെ, അപ്പോൾ ഇവിടെ നമ്മൾ സെറ്റ് കോർഡിനേറ്റ് കൺസിഡർ ചെയ്യേണ്ട ആവശ്യമില്ല. ഇത് മൂവ് ചെയ്യുന്ന ബോർഡിലൂടെ മാത്രമാണ്. അത് ബോർഡിൽ നിന്ന് പുറമേ വന്നാലേ, ഇങ്ങോട്ടേക്ക് വന്നാലേ നമ്മൾ സെറ്റ് എടുക്കുക. കാരണം സെറ്റ് ആക്സിസ് ഇങ്ങനെയാണുള്ളത്. അപ്പോൾ ബോർഡിൽ നിന്ന് പുറമേ സ്പേസിലേക്ക് ഇങ്ങോട്ട് വരുമ്പോൾ മാത്രമേ നമ്മൾ സെറ്റ് ആക്സിസ് കൺസിഡർ ചെയ്യേണ്ട ആവശ്യമുള്ളൂ. ഇത് ബോർഡിലൂടെയാണ് നടക്കുന്നത്, അതാണ് പ്ലെയിനിലൂടെ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഈ ഒബ്ജക്റ്റ് പിയിൽ നിന്ന് ക്യൂയിലേക്ക് പോയി. അപ്പോൾ ഇവിടെ ഞാൻ x2 y2 എന്ന് എഴുതി. അങ്ങനെ എഴുതി കഴിഞ്ഞാൽ, ഇങ്ങനെ എടുത്തു കഴിഞ്ഞാൽ ഈ ഡിസ്റ്റൻസ് ആണ് x2. ഇതെന്തും ആവാം. സപ്പോസ് ഇതൊരു 4 മീറ്റർ, ഇതൊരു 10 മീറ്റർ. അപ്പോൾ 4 മീറ്റർ എന്നുള്ളത് 10 മീറ്റർ ആയി. അതുപോലെ ഇത് y1, ഈ ഡിസ്റ്റൻസ് ആണ് y2. ഇതാണ് y2. ഓക്കെ, y1 മാറി y2 ആയി, ഇത് x1 മാറി x2 ആയി. അപ്പോൾ x1 x2 ആയി. അപ്പോൾ x കോർഡിനേറ്റ് മാറി, y കോർഡിനേറ്റ് y1 y2 ആയി, y കോർഡിനേറ്റും മാറി. ഇങ്ങനെ എക്സും മാറി, വൈയും മാറി, 2 കോർഡിനേറ്റ് ചേഞ്ച് ചെയ്തു. ഓക്കെ, സോ ഇറ്റ് ഈസ് കോൾഡ് 2 ഡയമെൻഷണൽ മോഷൻ. ഇതിന് എക്സാമ്പിളാണ്, ബെസ്റ്റ് എക്സാമ്പിൾസ് ആണ് നമ്മൾ പറഞ്ഞത്. ഒന്ന് പ്രൊജക്ടൈൽ മോഷൻ, സർക്കുലർ മോഷൻ, ഇങ്ങനെയുള്ള കാര്യങ്ങൾ. ഒരു പ്ലെയിനിലൂടെ നടക്കുന്ന, ഒരു സർഫസിലൂടെ, ഇപ്പോൾ ബോർഡ് ഇസ് എ സർഫസ്, ഒരു പ്ലെയിൻ ആണ്, ഇതിലൂടെ ഇങ്ങനെ നടക്കുന്ന മോഷനൊക്കെ 2 ഡയമെൻഷണൽ മോഷൻ ഇൻ എ പ്ലെയിൻ. ഓക്കെ, 2 out of 3 കോർഡിനേറ്റ്സ് ചേഞ്ചസ്. അപ്പം ഒരു ഒബ്ജക്റ്റ് മൂവ് ചെയ്യുമ്പോൾ ഒരു കോർഡിനേറ്റ് മാത്രമേ ചേഞ്ച് ആവുന്നുള്ളൂ എങ്കിൽ 1 ഡയമെൻഷൻ. 3ൽ 2 കോർഡിനേറ്റ് ചേഞ്ച് ആവുകയാണെങ്കിൽ 2 ഡയമെൻഷൻ. ഓക്കെ, അങ്ങനെയാണെങ്കിൽ എന്തായിരിക്കും 3 ഡയമെൻഷൻ? 3 ഡയമെൻഷണൽ മോഷൻ എന്ന് പറയുമ്പോൾ 3 കോർഡിനേറ്റും ചേഞ്ച് ആവണം. എക്സും വൈയും സെറ്റും 3 കോർഡിനേറ്റും ചേഞ്ച് ആവണം അല്ലേ? നമുക്ക് നോക്കാം എങ്ങനെയാണെന്ന്. ഓക്കെ, നെക്സ്റ്റ് ടോപ്പിക് ഈസ് 3 ഡയമെൻഷണൽ മോഷൻ ഇൻ സ്പേസ്. അപ്പോൾ ഈ കേസിലാണ് നമ്മൾ സെഡ് ആക്സിസും കൂടി കൺസിഡർ ചെയ്യേണ്ടി വരിക. 3 ഡയമെൻഷനാണ്, മോഷൻ ഇൻ സ്പേസ് ആണ്, പ്ലെയിൻ അല്ല.
സ്പേസ് ആണ്. അപ്പോൾ പ്ലെയിൻ എന്ന് പറയുമ്പോൾ ബോർഡ് പ്ലെയിൻ ആണ്. ബോർഡിൽ നിന്ന് വിട്ടിട്ട് നമ്മൾ പുറത്തേക്ക് വരണം എന്ന് പറഞ്ഞാൽ ഇങ്ങോട്ടേക്ക് വരണം. ഇങ്ങോട്ടേക്ക് വരുമ്പോൾ ഇങ്ങനെയാണ് നമ്മുടെ സെഡ് ആക്സിസ്, ഇങ്ങനെയാണ് സെഡ് ആക്സിസ്. അപ്പോൾ ഇങ്ങോട്ടേക്ക് വരണം. അപ്പോൾ സെഡ് ആക്സിസും കൂടി വരികയാണ്, ഉൾപ്പെടാൻ പോവുകയാണ്. ഓക്കെ, സോ എക്സ് വൈ സെഡ് ആക്സിസ് നമ്മൾ വരക്കുക. ബോർഡിൽ ഇങ്ങനെ വരച്ച് കാണിക്കും, ബോർഡിൽ നമ്മളിങ്ങനെ വരച്ച് കാണിക്കും. പക്ഷെ നമ്മുടെ മൈൻഡിൽ ഉണ്ടായിരിക്കണം എപ്പോഴും സെഡ് ആക്സിസ് ഇങ്ങനെയല്ല, സെഡ് ആക്സിസ് ഇങ്ങനെയാണ്. ബോർഡിൽ നിന്ന് പുറത്തേക്ക് ഇങ്ങനെയാണ് സെഡ് ആക്സിസ്, ഇങ്ങനെയാണ്. ഓക്കെ, അപ്പോൾ ഒരു ഒബ്ജക്റ്റ്, മക്കൾ വിചാരിക്കൂ, ഒരു ഒബ്ജക്റ്റ് ഉള്ളത് ബോർഡിലൊന്നല്ല, ഒബ്ജക്റ്റ് ഉള്ളത് സ്പേസിലാണ്. ഒരു ഒബ്ജക്റ്റ് ഇപ്പോൾ ഈ പെന്നുള്ളത് ഇവിടെയാണെന്ന് വിചാരിക്കും, സ്പേസിൽ. അപ്പം നമ്മളെങ്ങനെ എക്സ് കോർഡിനേറ്റും വൈ കോർഡിനേറ്റും സെഡ് കോർഡിനേറ്റും മാർക്ക് ചെയ്യും? ഇവിടെ ആവുമ്പോൾ. അപ്പോൾ നിങ്ങൾ ആലോചിക്കൂ, ഇവിടെയല്ലേ ഒബ്ജക്റ്റ് ഉള്ളത്, ഇവിടെയല്ലേ? അപ്പോൾ ഇങ്ങനെ ഇതാ ഒറിജിൻ ഇവിടെയാണുള്ളത്. അപ്പോൾ എക്സ് കുറച്ച് ഇങ്ങോട്ടേക്ക് വരണം, എക്സിലേക്ക്. അപ്പോൾ എക്സിലേക്ക് വന്നാൽ ഇതിൻ്റെ പേര് എക്സ് കോർഡിനേറ്റ്. പിന്നെ നമ്മൾ കുറച്ച് വൈയിലേക്ക് പോകണം, ഇങ്ങോട്ട് വരണം, ഇങ്ങോട്ട് പോകണം. പിന്നെ ഒബ്ജക്റ്റ് ഉള്ളത് ഇവിടെയാണ്, സ്പേസിലാണ്. അപ്പോൾ എക്സ് വൈ ദെൻ ഇങ്ങോട്ടേക്ക് വരണം, സെഡ്. അപ്പോൾ ഇവിടെയാണ് ഒബ്ജക്റ്റ്. ഓക്കെ, അപ്പോൾ ഒബ്ജക്റ്റിന് എക്സ് കോർഡിനേറ്റും ഉണ്ട്, വൈ കോർഡിനേറ്റും ഉണ്ട്, സെഡ് കോർഡിനേറ്റും ഉണ്ട്. ഒബ്ജക്റ്റ് ഉള്ളത് സ്പേസിലാണ്, ബോർഡിൻ്റെ മുകളിലല്ല, ഇവിടെയാണുള്ളത്. അപ്പോൾ ഇറ്റ് ഈസ് എക്സ് വൈ ആൻഡ് സെഡ് ലൈക്ക് ദാറ്റ്. അപ്പോൾ നമുക്ക് പിക്ചർ വരക്കാൻ നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും? നമുക്ക് ഇവിടെ ഒബ്ജക്റ്റ് മാർക്ക് ചെയ്യാൻ പറ്റുമോ? നോട്ട് ബുക്കിലൊക്കെ നമ്മൾ പിക്ചർ വരക്കുമ്പോൾ. അതുകൊണ്ട് നമ്മൾ വെറുതെ ബോർഡുമ്മേൽ മാർക്ക് ചെയ്യുന്നു, പക്ഷേ നമ്മുടെ മൈൻഡിൽ ഉണ്ടാവണം അതുള്ളത് എവിടെയല്ല, ബോർഡിലല്ല. അപ്പം ഞാൻ ഇവിടെ എഴുതുന്നു, ഒരു പി എന്ന് പറയുന്ന പോയിന്റ് എഴുതുന്നു. ഓക്കെ, ആ പോയിന്റിൽ നമ്മളിങ്ങനെ 2, 3, 4 എന്ന് എഴുതിയാൽ അർത്ഥം എന്തായിരുന്നു? ഇത് 2 മീറ്റർ, 3 മീറ്റർ, ദെൻ ഔട്ട്വേർഡ് പുറത്തേക്ക് 4 മീറ്റർ അല്ലേ? ഇവിടെയാണ് ഒബ്ജക്റ്റ് ഉണ്ടാവുക. അത് നമ്മൾ 2, 3, 4 എന്നൊക്കെ എഴുതുന്നതിന് പകരം നമ്മൾ ജനറലി ഇതുള്ളത് x1, x1, y1, z1. ഇറ്റ് ഈസ് x1, ഇറ്റ് ഈസ് y1 ആൻഡ് ഇറ്റ് ഈസ് z1. ഒബ്ജക്റ്റ് ഇവിടെയാണുള്ളത്. ഓക്കെ, ദെൻ ഈ ഒബ്ജക്റ്റ് ഈ പോയിന്റിലാണുള്ളതെന്ന് നമ്മൾ പറഞ്ഞു. ഈ പോയിന്റിൽ നിന്ന് അത് വേറൊരു പോയിന്റിലേക്ക് പോകുന്നു. ഇവിടുന്ന് സ്പേസിൽ ഈ പോയിന്റിൽ നിന്ന് വേറൊരു പോയിന്റിലേക്ക് പോകുന്നു. അപ്പോൾ വേറൊരു പോയിന്റിലെത്തി, ഇവിടെ നിന്ന് വേറൊരു പോയിന്റിലേക്ക് എത്തി. അപ്പോൾ വേറൊരു പോയിന്റ് ആയത്. അപ്പോൾ വേറൊരു എക്സ് ഉണ്ടാവും, വേറൊരു വൈ ഉണ്ടാവും, വേറൊരു സെഡ് ഉണ്ടാവും. അപ്പോൾ എക്സ് മാറി, വൈ മാറി, എക്സ് വൈ സെഡ് മാറി. നേരത്തെ ഇങ്ങനെയായിരുന്നു, എക്സ് വൈ സെഡ് ഇവിടെയായിരുന്നു. ഇപ്പോൾ ഇവിടെ ആ വേറൊരു പോയിന്റിലേക്ക് ഒബ്ജക്റ്റ് പോയി. അപ്പോൾ എക്സ് വൈ സെഡ് മൂന്നും മാറി. ഇപ്പോൾ വേറൊരു പോയിന്റ്, ആ പോയിന്റ് സ്പേസിലാണ്, ഇവിടെയാണ് മാർക്ക് ചെയ്യേണ്ടത് ശരിക്ക്. പക്ഷെ നമ്മൾ ബോർഡിൽ മാർക്ക് ചെയ്യുന്നു. ബോർഡിലാണെന്ന് വിചാരിക്കാനേ പാടില്ല, ബോർഡിൽ നിന്ന് പുറത്ത്. ബോർഡിലാണെങ്കിൽ ബോർഡിലാണ് മൂവ്മെന്റ് എങ്കിൽ പ്ലെയിൻ ആണ്. അങ്ങനെയാണെങ്കിൽ സെഡ് ഉണ്ടാവില്ല. ബോർഡിലൂടെയാണ് മൂവ് ചെയ്യുന്നതെങ്കിൽ ബോർഡിലൂടെയാണ്, അങ്ങനെയാണെങ്കിൽ പുറമേക്ക് വരുന്നില്ല. അപ്പോൾ എക്സും വൈയും മാത്രമേ ഉണ്ടാവും. ഇത് എക്സും വൈയും സെഡും വന്നാൽ അർത്ഥം ഒബ്ജക്റ്റ് പുറമെയാണ്, ബോർഡിലല്ല, പുറമെയാണ്, സ്പേസിലാണുള്ളത്. ഓക്കെ, അപ്പോൾ ഈ പോയിന്റിൽ നിന്ന് ഒബ്ജക്റ്റ് ഈ പോയിന്റിൽ നിന്ന് വേറൊരു പോയിന്റിലേക്ക് പോയി. അപ്പോൾ വേറൊരു എക്സ്, വേറൊരു വൈ, വേറൊരു സെഡ്. അപ്പോൾ നമ്മൾ x2, y2, z2 എന്ന് മാർക്ക് ചെയ്യുന്നു. ഓക്കെ, അപ്പോൾ ഒബ്ജക്റ്റിൻ്റെ 3 കോർഡിനേറ്റും ചേഞ്ച് ആയി, ഡ്യൂറിങ് ദ മോഷൻ. അപ്പോൾ ഒബ്ജക്റ്റ് മൂവ് ചെയ്യുമ്പോൾ, ഇങ്ങനെ ഒരു ഒബ്ജക്റ്റ് മൂവ് ചെയ്യുമ്പോൾ 3 കോർഡിനേറ്റും ചേഞ്ച് ആവുന്നുണ്ടെങ്കിൽ, സോ all the three coordinates changes during the motion. മോഷന്റെ ഫലമായിട്ട് 3 കോർഡിനേറ്റും ചേഞ്ച് ആയി. Then the motion is called 3-dimensional motion or motion in space. ഓക്കെ, ഇതിന് എക്സാമ്പിൾ ആണ് ഇപ്പോൾ മോഷൻ ഓഫ് ബേർഡ് ഇൻ എയർ. ബേർഡ് ഒരു പോയിന്റ് വേറെ പോയിന്റ് സ്പേസിലൂടെ എങ്ങനെ വേണമെങ്കിലും മൂവ് ചെയ്യുന്നു. മോഷൻ ഓഫ് ബേർഡ് ഇൻ എയർ.
motion of butterfly, motion of bird in air. Okay, motion of aeroplane, motion of aeroplane, plane in air. ഇതൊക്കെ 3 ഡയമെൻഷണൽ മോഷനാണ്. അപ്പോൾ നമുക്ക് ഇവിടെ എക്സ് വൈ മാർക്ക് ചെയ്യൽ കുഴപ്പമില്ല, ഇങ്ങനെ എക്സ് ഇങ്ങനെ വൈ അല്ലേ. സെഡ് എന്ന് പറയുന്നത് Z1, അതെന്തായാലും അതെന്ത് നമ്പർ ആയാലും അത് ബോർഡിൻ്റെ പുറത്തേക്കാണ് അല്ലേ. അതുകൊണ്ട് നമ്മൾ പിക്ചറിൽ കാണിക്കാൻ വേണ്ടി ജസ്റ്റ് ഞാനൊന്ന് വേണമെങ്കിൽ ഇങ്ങനെ വരക്കുന്നു. ഇത് ഈ സംഭവം ഈ കാണിച്ചിരിക്കുന്നത് ബോർഡിലല്ല, ഇങ്ങനെയാണ്, ബോർഡിൽ നിന്ന് പുറത്തേക്കാണ് ഈ സംഭവം ഉള്ളത് ബോർഡിൽ നിന്ന് പുറത്തേക്കാണ്. അപ്പോൾ നമ്മൾ ഈ വരച്ചിരിക്കുന്ന ഈ സംഭവമുള്ളത് നമ്മൾ ബോർഡിലാണ് വരച്ചിരിക്കുന്നതെങ്കിൽ അത് ബോർഡിലല്ല കേട്ടോ, ബോർഡിൽ നിന്ന് പുറത്തേക്ക്. അപ്പോൾ ഈ വരച്ചിരിക്കുന്ന സംഭവമാണ് കാണിക്കുന്നത്. അത് ഇങ്ങനെയല്ല, ഇങ്ങനെയാണ് സംഭവം. അത് നമ്മളിങ്ങനെ വരച്ചു, എത്രയേ ഉള്ളൂ, ഇങ്ങനെയാണ് ഉള്ളത്. സെഡാക്സും കൂടി കാണിക്കാൻ വേണ്ടിയാണ്. സെഡാക്സ് ഇങ്ങോട്ടാണല്ലോ. അപ്പോൾ ഈ സംഭവം ഞാൻ ഇങ്ങനെ വെച്ചു. അപ്പോൾ നമ്മളെങ്ങനെ X1 Y1 Z1 മാർക്ക് ചെയ്യും മക്കളെ. അതായത് ഈ ഡിസ്റ്റൻസ് X1 അല്ലേ, ഇതല്ലേ X1, ഈ ഡിസ്റ്റൻസ് ആണല്ലോ Y1. യെസ്, ഇതാണ് Y1. Z1 X1 Y1 നെക്സ്റ്റ് Z1 എങ്ങോട്ടാണ്? ബോർഡിൽ നിന്ന് പുറത്തേക്കല്ലേ, ബോർഡിൽ നിന്ന് പുറത്തേക്ക്. ഓക്കെ, ബോർഡിൽ നിന്ന് പുറത്തേക്കുള്ള ആക്സസ് അല്ലേ ഇത്, സെഡ് ആക്സസ്. അപ്പോൾ ഇത് ഈ സെഡ് ആക്സസ് ബോർഡിൽ നിന്ന് പുറത്തേക്കല്ലേ, ബോർഡിൽ നിന്ന് പുറത്തേക്കാണ്. അതിനെ നമ്മൾ വരച്ചത് ഇങ്ങനെയല്ലേ. അതുപോലെ Z1 ഇത് ബോർഡിൽ നിന്ന് പുറത്തേക്കല്ലേ വേണ്ടത്, ബോർഡിൽ നിന്ന് പുറത്തേക്കുള്ള സംഭവം നമ്മൾ വരച്ചിരിക്കുന്നത് ഇങ്ങനെയല്ലേ. അപ്പോൾ ഇതേപോലെ മാർക്ക് ചെയ്യണം. അപ്പോൾ Z1 ഞാൻ ജസ്റ്റ് ഇങ്ങനെ മാർക്ക് ചെയ്യുന്നു. ഇത് ഇങ്ങനെയല്ല ഉള്ളത്, ഇങ്ങോട്ടാണ്. Z1 എന്ന് പറയുന്ന ഈ ഡിസ്റ്റൻസ് അപ്പോൾ ഇതൊരു 2 മീറ്റർ, 3 മീറ്റർ, ഒരു 4 മീറ്റർ. അപ്പോൾ ഈ 4 മീറ്റർ ഉള്ളത് ഇങ്ങോട്ടാണ്, പുറത്തേക്കാണ്. ഓക്കെ, അപ്പോൾ X1 Y1 Z1 പുറത്തേക്കാണ് ഒബ്ജക്റ്റ് ഉള്ളത്. ഇത് ഒബ്ജക്റ്റിൻ്റെ ഇനീഷ്യൽ പൊസിഷൻ. ഓക്കെ, അപ്പോൾ ഈ ഡിസ്റ്റൻസ് X1 Y1 Z1 ഒബ്ജക്റ്റ് ഇവിടെയാണ്. ലൈക്ക് ദാറ്റ് ഹൗ വിൽ യു മാർക്ക് X2 Y2 Z2? This distance will be X2. Okay, this distance will be Y2 and പുറമേക്കുള്ള ഡിസ്റ്റൻസ് ആണ് Z2 അല്ലേ, പുറമേക്കുള്ള സംഭവം നമ്മളിങ്ങനെ പുറമേക്കാണ്, അത് നമ്മളിങ്ങനെ മാർക്ക് ചെയ്യുന്നു. Z2 എന്തോ ആട്ടെ, ലൈക്ക് ദാറ്റ്. അപ്പോൾ ഇവിടെ എക്സ് കോർഡിനേറ്റ്, വൈ കോർഡിനേറ്റ്, സെഡ് കോർഡിനേറ്റ് 3 കോർഡിനേറ്റും ചേഞ്ച് ആവുകയാണ്. സോ ഇറ്റ് ഈസ് കോൾഡ് 3 ഡയമെൻഷൻ മോഷൻ. അപ്പോൾ 3 ടൈപ്പ് മോഷൻ, 1 ഡയമെൻഷൻ, 2 ഡയമെൻഷൻ, 3 ഡയമെൻഷൻ. അപ്പോൾ ഒരു ഒബ്ജക്റ്റ് മൂവ് ചെയ്യുമ്പോൾ ഓൺലി 1 കോർഡിനേറ്റ് ചേഞ്ചസ് അല്ലേ, ഒരു കോർഡിനേറ്റ് മാത്രം ചേഞ്ച് ആവണം. 3 കോർഡിനേറ്റ് ഉണ്ട്, അതിലൊരു കോർഡിനേറ്റ് മാത്രം ചേഞ്ച് ആവണം. അങ്ങനെയാണെങ്കിൽ 1 ഡയമെൻഷൻ മോഷനാണ്. അങ്ങനെ ആവണമെങ്കിൽ അതൊരു സ്ട്രെയിറ്റ് ലൈൻ മോഷൻ ആയിരിക്കണം. അപ്പോൾ ഇങ്ങനെ തന്നെ പോയിക്കൊണ്ടേയിരിക്കണം. അപ്പോൾ എക്സ് കോർഡിനേറ്റ് മാത്രം ചേഞ്ച് ആവും. നെക്സ്റ്റ് 2 ഡയമെൻഷൻ മോഷൻ. 2 ഡയമെൻഷണൽ മോഷൻ എന്ന് പറയുമ്പോൾ മോഷൻ ഇൻ എ പ്ലെയിൻ. അത് സംഭവിക്കേണ്ടത് സെഡ് മാറ്റി വെക്കുക, എക്സിൻ്റെയും വൈൻ്റെ 2 കോർഡിനേറ്റിൻ്റെ എക്സ് വൈ 2 കോർഡിനേറ്റിൻ്റെ ഇടയിലൂടെ ഇങ്ങനെ നടക്കുക. ഇപ്പോൾ പ്രൊജക്ടൈൽ മോഷൻ നമ്മൾ നേരത്തെ പറഞ്ഞു ഇങ്ങനെ. ഓക്കെ, അങ്ങനെ വരുമ്പോൾ 2 കോർഡിനേറ്റ് മാത്രം എന്താവും, ചേഞ്ച് ആവും. ഇങ്ങനെ പോകുന്നതിനനുസരിച്ച് എക്സ് ഇങ്ങനെ ചേഞ്ച് ആവും, വൈ ചേഞ്ച് ആവും. പ്രൊജക്ടൈൽ മോഷൻ, സർക്കുലർ മോഷൻ ഒക്കെ പറഞ്ഞ പോലെ. ഇപ്പോൾ 3-ൽ 2 കോർഡിനേറ്റേ ചേഞ്ച് ആവുന്നുള്ളൂ എങ്കിൽ 2 ഡയമെൻഷൻ മോഷൻ. ഇനി മോഷൻ ഇൻ സ്പേസ്. അപ്പോൾ ഒബ്ജക്റ്റ് ബോർഡിലൊന്നല്ല, ഒബ്ജക്റ്റ് ബോർഡിൽ നിന്ന് പുറമേ. അങ്ങനെ വരുമ്പോഴാണ് നമ്മൾ പറഞ്ഞത് എക്സും വൈയും സെഡും വരും. 3 എക്സ് വൈ സെഡ് 3 കോർഡിനേറ്റ് വരും. അങ്ങനെ അതൊരു പോയിന്റിൽ നിന്ന് വേറൊരു പോയിന്റിലേക്ക് പോകുമ്പോൾ വേറൊരു എക്സ് വരും, വേറൊരു വൈ വരും, വേറൊരു സെഡ് വരും. അപ്പോൾ എക്സും മാറി, വൈയും മാറി, സെഡും മാറി, 3 കോർഡിനേറ്റും ചേഞ്ച് ആയി. ഇങ്ങനെ 3 കോർഡിനേറ്റും ചേഞ്ച് ആയാൽ ഓൾ ദ 3 കോർഡിനേറ്റ്സ് ചേഞ്ചസ് ഡ്യൂറിങ് ദ മോഷൻ, ഒബ്ജക്റ്റ് മൂവ് ചെയ്യുമ്പോൾ. അങ്ങനെയാണ് ദെൻ ദ മോഷൻ ഈസ് കോൾഡ് 3 ഡയമെൻഷണൽ മോഷൻ. ഓക്കെ, ഓരോന്നിനും നമ്മൾ എക്സാമ്പിൾസും പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, ക്ലിയർ. നെക്സ്റ്റ് ടോപ്പിക് ഈസ് പോയിന്റ് ഒബ്ജക്റ്റ്. പോയിന്റ് ഒബ്ജക്റ്റ് എന്ന് പറയുമ്പോൾ ജസ്റ്റ് ഒരു പോയിന്റ് മാത്രമായിട്ട് അങ്ങനെ കരുതല്ല. നമ്മൾ ഫിസിക്സിൽ നമ്മളെപ്പോഴാണ് ഒരു ഒബ്ജക്റ്റിനെ പോയിന്റ് ഒബ്ജക്റ്റ് എന്ന് വിളിക്കുന്നത്? ഒരു ഒബ്ജക്റ്റിനെ വിളിക്കുന്നത് എപ്പോഴാണ്?
ഓക്കെ, പല പ്രോബ്ലം ചെയ്യുമ്പോഴും നമുക്ക് ഒബ്ജക്റ്റുകളെ പോയിന്റ് ഒബ്ജക്റ്റുകളായിട്ട് കൺസിഡർ ചെയ്യേണ്ടി വരും. മെയിൻലി ഇൻ കൈനമാറ്റിക്സ് നമ്മളിപ്പോൾ പഠിക്കാൻ പോകുന്ന ചാപ്റ്ററിൽ ഒബ്ജക്റ്റുകളെ നമുക്ക് പലപ്പോഴും പോയിന്റ് ഒബ്ജക്റ്റ് ആയിട്ടാണ് നമ്മൾ കൺസിഡർ ചെയ്യുക. എന്താണ് പോയിന്റ് ഒബ്ജക്റ്റ്? ഓക്കെ, പോയിന്റ് ഇപ്പോൾ നമ്മൾ ഒരു ബോൾ എടുത്തിട്ട് നമ്മൾ വളരെ ശക്തിയിൽ കുറേ ഡിസ്റ്റൻസിലേക്ക് എറിയുന്നു, പ്രൊജക്റ്റ് ചെയ്യുന്നു. ഓക്കെ, അപ്പോൾ ഒരു ബോൾ ഇറ്റ് ട്രാവൽസ് എ ലാർജ് ഡിസ്റ്റൻസ്. അപ്പോൾ ഇത് കവർ ചെയ്ത ഡിസ്റ്റൻസ് ആണിത് അല്ലേ, ഇത് മൂവ് ചെയ്ത ഡിസ്റ്റൻസ് ആണിത്. ഈ ഡിസ്റ്റൻസുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഇതുമായിട്ട് ഈ ഡിസ്റ്റൻസുമായിട്ട് നമ്മൾ കമ്പയർ ചെയ്യുമ്പോൾ ഈ ബോളിൻ്റെ സൈസ് വളരെ ചെറുതാണ് അല്ലേ. അപ്പോൾ സൈസ് ഓഫ് ബോൾ ഈസ് വെരി സ്മോൾ. ഇതിൻ്റെ സൈസാണ് ഉദ്ദേശിക്കുന്നത്, ഇതിൻ്റെ സൈസ് വളരെ ചെറുതാണ് ഈ ഡിസ്റ്റൻസുമായിട്ട് നമ്മൾ കമ്പയർ ചെയ്യുമ്പോൾ. സോ ഇഫ് ദ സൈസ് ഓഫ് എൻ ഒബ്ജക്റ്റ്, സൈസ് ഓഫ് ഒരു ഒബ്ജക്റ്റിൻ്റെ സൈസ് ഈസ് വെരി സ്മോൾ, സൈസ് ഓഫ് എൻ ഒബ്ജക്റ്റ് ഈസ് വെരി സ്മോൾ കമ്പയർഡ് ടു ദ ഡിസ്റ്റൻസ്, ഈ ഡിസ്റ്റൻസുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഇതിൻ്റെ സൈസ് ഈ ഒബ്ജക്റ്റിൻ്റെ സൈസ് വളരെ ചെറുതാണെങ്കിൽ then the object is called point object. So what is point object? If the size of an object is very small compared to the distance traveled by it, ഇത് ട്രാവൽ ചെയ്ത ഡിസ്റ്റൻസുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഇതിൻ്റെ സൈസ് വളരെ ചെറുതാണെങ്കിൽ then the object is called a point object. എന്തിനേയും നമുക്ക് പോയിന്റ് ഒബ്ജക്റ്റ് ആയിട്ട് ട്രീറ്റ് ചെയ്യാം. ഇപ്പോൾ ഒരു ബസ് കാണാൻ ഇതാണ് അല്ലേ, പക്ഷേ ഈ ബസ് ഇപ്പോൾ തൃശ്ശൂർ മുതൽ കാലിക്കറ്റ് വരെ പോയി. അപ്പോൾ അത്രയും ഡിസ്റ്റൻസ് അത് സഞ്ചരിച്ചു. ആ ഡിസ്റ്റൻസുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ബസ് വളരെ ചെറുതാണ്. ബസ് ട്രാവൽ ചെയ്ത ഡിസ്റ്റൻസുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ബസ് വളരെ ചെറുതാണ്. അങ്ങനെയാണെങ്കിൽ ബസ് പോയിന്റ് ഒബ്ജക്റ്റ് ആണ്. ഇപ്പോൾ ട്രെയിന് പോയിന്റ് ഒബ്ജക്റ്റ് ആയിക്കൂടെ? ട്രെയിന് തൃശ്ശൂർ മുതൽ ചെന്നൈ വരെ പോയി. ആ ദൂരവുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ട്രെയിൻ വളരെ ചെറുതാണ്. സോ ട്രെയിൻ ഈസ് എ പോയിന്റ് ഒബ്ജക്റ്റ്. അങ്ങനെ ഏതൊരു ഒബ്ജക്റ്റും പോയിന്റ് ഒബ്ജക്റ്റുകളാവാം. ഓക്കെ, സോ ഇഫ് ദ സൈസ് ഓഫ് എൻ ഒബ്ജക്റ്റ് ഈസ് വെരി സ്മോൾ കമ്പയർഡ് ടു ദ ഡിസ്റ്റൻസ് ട്രാവൽഡ് ബൈ ഇറ്റ്, അത് ട്രാവൽ ചെയ്ത ഡിസ്റ്റൻസുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ അതിൻ്റെ സൈസ് വളരെ ചെറുതാണെങ്കിൽ then the object is called a point object. Okay, so now we are going to wind up the today class. Okay, ഞാൻ ലാസ്റ്റ് ക്ലാസ്സിൽ പറഞ്ഞതുപോലെ ഇത്രയും എടുത്ത ടോപ്പിക്കുകളൊക്കെ നോട്ട് ചെയ്ത് കൃത്യമായിട്ട് പഠിച്ച് അടുത്ത ക്ലാസ്സിൽ വരിക. ഇനി അടുത്ത ടോപ്പിക്ക് മുതൽ ഡിസ്റ്റൻസ്, ഡിസ്പ്ലേസ്മെൻറ്റ്, സ്പീഡ്, വെലോസിറ്റി ഇങ്ങനെയുള്ള കുറേ ടോപ്പിക്കുകൾ പഠിക്കാനുണ്ട്. ഇനിയാണ് നമ്മൾ ഈ ചാപ്റ്ററിൽ ക്വസ്റ്റ്യൻസും കാര്യങ്ങളൊക്കെ വരുന്നത്, പ്രോബ്ലംസൊക്കെ വരുന്നത്. ഓക്കെ, നല്ല ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരുപാട് പ്രോബ്ലംസ് ഉള്ള ചാപ്റ്ററാണ്. ഓക്കെ, അപ്പോൾ ബേസിക് ആയിട്ടുള്ള ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പഠിച്ചിട്ട് വേണം അടുത്ത ക്ലാസ്സിൽ അറ്റൻഡ് ചെയ്യാൻ. ഓക്കെ, നെക്സ്റ്റ് ക്ലാസ് ഓൺവേർഡ്സ് വി വിൽ ഡു പ്രോബ്ലംസ്. ഓക്കെ.